റസൂലിനോട് നബിയേ നിങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണെന്ന് ഒരാൾ പറഞ്ഞാൽ ആ മനുഷ്യൻ നബി തങ്ങളെ വേദനിപ്പിച്ചില്ലയോ? ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തുടങ്ങണം. നിസ്കരിക്കാത്തവനെ കുറിച്ച് കാഫിർ എന്ന് ശറഅ് പറയൂല, നോമ്പ് നോൽക്കാത്തവനെ കുറിച്ച് കാഫിർ എന്ന് പറയൂല, തൂങ്ങി മരിച്ചാലും അവനെ കാഫിർ എന്ന് പറയാറില്ല. അള്ളാഹു അവനെ ശിക്ഷിച്ചേക്കും, അവൻ പുറത്തു കൊടുത്തില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും, നരകത്തിൽ കിടക്കേണ്ടി വരും. പക്ഷേ ഹബീബിനെ വേദനിപ്പിച്ചാൽ, ഹബീബിനോട് അനാദരവുള്ള വാക്ക് പറഞ്ഞാൽ അവര് കാഫിറാണെന്ന് ഇജ്മാഉൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിന്റെ അലിമീങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള ഫത്വയാണ്. നമ്മുടെ 21-ാം നൂറ്റാണ്ടിലെ അലിമീങ്ങൾ മാത്രമല്ല, ഇസ്ലാം തുടങ്ങിയ കാലം മുതൽ, സ്വഹാബത്ത് മുതൽ ലോക ആലിമീങ്ങളുടെ ഫത്വയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും എന്തെല്ലാം ഇസ്ലാഹുകളാണ് ചെയ്യുന്നത് എന്ന് വാദിച്ചാലും, എന്തെല്ലാം നന്മകളാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വാദിച്ചാലും, എത്രയേറെ ഉംറകളോ യാത്രകളോ ഹജ്ജുകളോ ചെയ്താലും തൗഹീദ് എന്ന് 10,000 തവണ നിങ്ങൾ ചങ്കിലിട്ട് പറഞ്ഞാൽ പോലും ഹബീബിനെ മോശപ്പെടുത്തി, ഹബീബിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നല്ലേ ഫത്വ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നല്ലേ ദീനിന്റെ ഹുക്മ്? എന്താ മനസ്സിലാക്കാത്തത്? എന്താണിത് മനസ്സിലാക്കാത്തത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയെ കുറിച്ച്, അവരുടെ ഉമ്മയെ കുറിച്ച് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? വേറൊന്നും പറയാൻ കിട്ടിയില്ലേ? ആലിമീങ്ങൾ എങ്ങനെയാണ് ഈ ഹദീസുകളെ സമീപിച്ചത്? അതിനർത്ഥം കൊടുക്കുമ്പോൾ പോലും അങ്ങേയറ്റത്തെ അതപോടുകൂടി ആലിമീങ്ങൾ സംസാരിക്കും. ഇതൊക്കെ അടിച്ചു വിടാണ്, കൂളായിട്ട് എഴുതി വിടാണ്. എന്താണ് ഇതിന്റെ ഫലം? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും ബാപ്പയും വഫാത്താകുന്നത് അഹ്ലുൽ ഫത്രയിലാണ്. ഒരു നബിയും വരാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഈസാ നബിക്ക് ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന ആ 500 കൊല്ലത്തിനിടക്ക് കഴിഞ്ഞുപോയ അഹ്ലുൽ ഫത്രയെ കുറിച്ച് ഉലമാഇന്റെ വീക്ഷണം എന്താണെന്ന് നോക്കണം. ആ ഉലമായിൽ ജംഹൂറിന്റെ, ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയണം. നാജൂൻ, അവരെ വിജയിക്കുന്നവരാണ്. എന്തേ കാരണം? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ, ഒരു താക്കീതുകാരനെ പറഞ്ഞേക്കാതെ ഞാൻ ശിക്ഷിക്കുകയില്ലെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാപ്പാക്ക് ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ടോ? നബി ജനിക്കുന്നതിന് മുമ്പേ വഫാത്തായി പോയില്ലേ? അങ്ങനെ നിരപരാധികളായ ആളുകളെ അല്ലാഹു നരകത്തിലിടുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഇത് ഖുർആനിന്റെ അധ്യാപനത്തിനെതിരല്ലേ? അല്ലാമ സുയൂത്തി റഹ്മഹുല്ലാഹ് നബിയുടെ വാപ്പ മരിക്കുമ്പോൾ വാപ്പാക്ക് 18 വയസ്സായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉലമായിൽ തക്ലീഫിന്റെ പ്രായം എത്രയാണ്? ഒരു മനുഷ്യൻ മുക്കല്ലഫാകുന്നത് 15-ലോ 18-ലോ എന്ന് ഉലമായിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അങ്ങനെയെങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ വാപ്പയെ 18 വയസ്സിൽ മരിച്ചുപോയ വാപ്പയെ കുറിച്ച് നബി തങ്ങളുടെ വാപ്പ നരകത്തിലാണെന്ന് തക്ലീഫിന്റെ പ്രായം എത്തുകയാണ്. ഒരു ഉലമാഇന്റെ അഭിപ്രായത്തിൽ, ഒരു പക്ഷത്തിന്റെ അഭിപ്രായത്തിൽ തക്ലീഫിന്റെ മുമ്പ് മരിച്ചു പോകുന്ന ആൾ നരകത്തിലാണെന്ന് പറയാൻ പാടുണ്ടോ? നബിതങ്ങൾ നബിയായി വരുന്നതിന്റെ മുമ്പ് മരിച്ചുപോയ നിരപരാധികൾ നരകത്തിലാണെന്ന് പറയാൻ പാടുണ്ടോ? ഹക്കെന്താണെന്ന് കേൾക്കുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ അതൊക്കെ നോക്കണ്ടേ? വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്റെ ഉമ്മാക്കും വാപ്പാക്കും റഹ്മത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം നബിയെ. ആര് പറയണം? നബി പറയണം. എന്താ ഖുർആൻ? നബി നിങ്ങൾ പറയണ്ട, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഉമ്മയും വാപ്പയും നരകത്തിലല്ലേ? ഇതാ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പറയണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ ഒരു ഹദീസിന് അർത്ഥം പറയാൻ പാടുള്ളൂ. നേരെ പരിഭാഷ പറയരുത്, തെറ്റിദ്ധാരണ വരും. വിവരക്കേട് പറഞ്ഞാൽ അത് ആരൊക്കെ ഏറ്റെടുക്കുന്നു, ഫോർവേഡ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു? ഇവരൊക്കെ ഈ വിവരക്കേടല്ലേ പഠിക്കുന്നത്? ആരായിരുന്നു ഉത്തരവാദികൾ? പാംഫ്ലെറ്റേറിയൻസ്, നോട്ടീസുകൾ വായിച്ചിട്ട് ഫത്വ കൊടുക്കുന്ന ആളുകൾ, കിതാബ് പഠിക്കാത്തവർ. ഈ സമൂഹത്തിന്റെ അഖീദയെ നാശമാക്കരുത്. മദീനയിൽ ഹബീബായ നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മദീനയിൽ എന്താണ് മദീന? ഞാൻ ചോദിക്കട്ടെ, വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, ഹജ്ജിന് പോയിട്ട് മക്ക വരെ പോയിട്ട് തവാഫും സഅയും ചെയ്തിട്ട് കയ്യിൽ ഇഷ്ടം പോലെ കാശും സമയവും ഉണ്ടായിട്ട് ഒന്നും മദീന വരെ പോവാൻ മനസ്സ് വരാതെ, ഹജ്ജ് കഴിഞ്ഞു, ഉംറ കഴിഞ്ഞു, മദീനയിൽ പോകുന്നില്ലേ? എന്തേന്നറിയോ? കൂലി കൂടുതൽ മക്കയിലാണ്,
1,00,000 കൂലി മക്കയിലല്ലേ, മദീനയിൽ ഒരു നിസ്കാരത്തിന് 1000 ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചാക്കിന് കണക്കിന് കൂലിയും വാങ്ങിയിട്ടായി പോരുന്നത്. പൊന്നു സഹോദരാ, നിനക്ക് ചാക്കിൽ നിറക്കാൻ കൂലി മക്കയിലുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണ്? ആരാണ് മക്കയിൽ 1,00,000 കൂലി ഉണ്ടെന്ന് പഠിപ്പിച്ചത്? ആരാണത്? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ഇത് മനുഷ്യന്മാരോട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, മദീന ഇതൊന്നും പ്രശ്നമല്ലേ, ഹജ്ജ് ഉംറ കഴിഞ്ഞിട്ട് പോ. ആരാണ് പരിശുദ്ധമായ കഅബാലയത്തിന് പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചത്? ആരാണ് ഹിജ്ർ ഇസ്മായിലും ഹജറുൽ അസ്വദും നമ്മെ പരിചയപ്പെടുത്തിയത്? ആരാണ് മഖാം ഇബ്രാഹിമും സംസം വെള്ളത്തിന്റെയും പുണ്യം പഠിപ്പിച്ചത്? ആരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലയോ? നന്ദി ചെയ്യണ്ടേ, മിനിമം നന്ദി അല്ലേ? പഠിച്ചു വലുതായി വലിയ ആളാകുമ്പോ തനിക്ക് ABCD പഠിപ്പിച്ചു തന്ന കേവലം നഴ്സറി അധ്യാപകനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ ദീനല്ലേ ഇത്? മറക്കണോ? അല്ലാഹുവിന്റെ റസൂൽ ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ട് അവിടെ പോയി സലാം പറയൽ സുന്നത്തായിരിക്കെ അത് ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. വിവരമുള്ളവരെ നബിയോട് ചെന്ന സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് മദീനയിൽ പോയി പറയുന്നത് ശിർക്കാണെന്ന് വിവരമുള്ള ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടുകാർ പറയുമെന്നറിയില്ല. ലോകത്ത് ആരും ചെയ്യാത്ത കെട്ടൊക്കെ മലയാളികളെ കെട്ടുന്നത്. എല്ലാം പറയുന്ന സൗദിയിലില്ല, അവിടെ ഈ കെട്ട് ഒരാളും ലോകത്ത് കെട്ടണില്ല, നമ്മളെ മലയാളം സംസാരിക്കുന്നവരല്ലാതെ. ഈ കെട്ട് ഞാനൊരു കുറ്റം പറയല്ല. അവിടെ അല്ലേ എന്ന് പറയുമ്പോൾ അവിടെയുള്ള കുറെ നന്മയും സ്വീകരിക്കണം. അവിടെ ഉള്ളത് മുഴുവൻ ഇസ്ലാമാണ് തെറ്റിദ്ധരിക്കുകയും വേണ്ട. അങ്ങനെയല്ലേ? ഇപ്പൊ തറാവിയ പറയാൻ വയ്യാതെ അത് പിന്നെ എന്താ, അത് കൊടുക്കണ്ടേ? അതവിടെ 20 മക്കയിലും മദീനയിലും. അതിന് ഇമാമ് മാറുന്നല്ലോ. എറണാകുളത്ത് ബസ് പോണേ 2 ഡ്രൈവർ മാറുന്ന ബസ് പോണ എറണാകുളത്ത് തന്നെയല്ലേ? ഇങ്ങനെ പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ അമലുകൾ ഇല്ലാതാക്കാൻ അള്ളാഹുവിന്റെ വേണമെങ്കിൽ മദീനയിൽ കൂലി 2,00,000 3 ലക്ഷമാണെന്നോ റബ്ബിന് തീരുമാനിക്കാം. ഹബീബിന് പറയാലോ, മക്കത്തു ഹറമഹല്ലാഹ് വൽ മദീനത്തു ഹറംതുഹാ. മക്ക ഹറമാണെന്ന് പ്രഖ്യാപിച്ചത് അള്ളാഹുവാണ്, മദീന ഹറമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടായിരുന്ന നബിതങ്ങൾ 1000 മദീനയിലെ കൂലി എന്ന് പറഞ്ഞത്. ഇവിടെ ചാക്കിൽ കെട്ടാൻ വരുന്നവൻ എന്റെ അടുത്ത് വരണ്ട, കൂലി വാങ്ങി പോകാൻ വരുന്നവൻ കൂലിക്കാരൻ എന്റെ അടുത്ത് വരണ്ട, എന്നോട് സ്നേഹമുള്ളവൻ മാത്രം മദീനയിലേക്ക് വണ്ടി കയറിയാൽ മതിയെന്ന് അള്ളാഹുവിന് തീരുമാനമുള്ളത് കൊണ്ടല്ലേ അവിടെ 1000 അള്ളാഹു ചുരുക്കി വെച്ചത്. അല്ലെങ്കിൽ ഇവർ മുഴുവൻ മദീന പോയി മക്ക പോകാതെ തിരിച്ചു വരില്ലേ? കൂലി ഉദ്ദേശിച്ചു വരണ്ടേ? എന്റെ ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ ഹബീബിനോട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഇസ്ലാമും ഈ ഈമാനും ഈ തൗഹീദും നിങ്ങളെ പഠിപ്പിച്ചത് എന്റെ റസൂലല്ലേ. ആ നബിയുടെ അരികത്ത് പോയിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്ര വിമിഷ്ടം? എന്താണ് ഇത്ര ഇഷ്ടക്കേട്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ വരുമ്പോൾ ഓരോന്നോരോന്ന് എഴുന്നള്ളിക്കുകയാണ്. ഓരോരോ സിദ്ധാന്തങ്ങൾ നബിയും സ്വഹാബത്തും ചെയ്തോ, ഇത് ദുഃഖാചരിക്കേണ്ടതല്ലേ? നാരിയ സ്വലാത്തിനെ കുറിച്ചും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാറിയ സ്വലാത്ത് എന്ന അസ്തഗ്ഫിറുല്ലാഹ് ഹബീബിന്റെ മേൽ ചൊല്ലുന്ന ഒരു സ്വലാത്തിനെ കുറിച്ച് നാറിയത് എന്ന് നീ പറഞ്ഞാൽ അത് അറബി നീ മലയാളമാക്കിയതോ മലയാളത്തിൽ നീയായി പഠിച്ചുണ്ടാക്കിയ ആശയമോ ആകട്ടെ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, മിനിമം തൗബ ചൊല്ലിക്കോ, വേണമെങ്കിൽ ഷഹാദത്ത് മടക്കി ചൊല്ലിക്കോ. എന്താ കാരണം എന്നറിയോ? ഇത് ഗുരുതരമാണ്. ഈ കളി എങ്ങോട്ടാ പോകുന്നത്? സ്വലാത്തുൽ ഇബ്രാഹിമിയ്യ അത് മാത്രമേ സ്വലാത്തുള്ളൂ എന്ന് പറയുന്ന എന്റെ പൊന്നു സഹോദരന്മാരെ, സ്വഹാബികൾക്ക് അവരുടേതായ സ്വലാത്തുകൾ ഉണ്ടായിരുന്നില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായ സ്വലാത്ത് ഉണ്ടായിട്ടില്ലേ? അബൂ ഹുറൈറ തങ്ങൾക്ക്, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നിവർക്ക് സ്വഹാബികൾക്ക് എത്ര സ്വലാത്തുകൾ, താബിഈകൾ ഏതെല്ലാം സ്വലാത്തുകൾ, താബിഈകൾ അവിടുന്ന് അങ്ങോട്ടുള്ള മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും മുഅല്ലിഫീങ്ങളുമായ ഗ്രന്ഥകർത്താക്കൾ ഓരോരോ പേജിലും ഓരോരോ അധ്യായം തുടങ്ങുമ്പോഴും ഓരോരോ സ്വലാത്തുകൾ. ആരെങ്കിലും പറഞ്ഞു ശിർക്കാണെന്ന് നബി പറയാത്തത്?
അല്ലാഹു തആല പറഞ്ഞ വാക്കെന്താണ്? നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിം സ്വലാത്ത്, ആ നിസ്കാരത്തിൽ അതന്നെ ചൊല്ലാവൂ. അല്ലെങ്കിൽ ഹദീസിൽ വാരിദായത് അതിന്റെ പുറമെ ഒരാൾക്ക് ചെല്ലാൻ പറ്റുന്ന സ്വലാത്തുകളൊക്കെയും ഇസ്ലാമിന് പുറത്താണെന്ന് പറയുന്ന സഹോദര ഒന്ന് കേൾക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. എന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും എമ്പാടും ചൊല്ലണേ സത്യവിശ്വാസികളെ. ഇന്ന വാക്കിലൂടെ എന്ന് അല്ലാഹു നിഷ്കർഷിച്ചോ? നബിതങ്ങൾ പറഞ്ഞോ ഇതേ ചൊല്ലാവൂ എന്ന്? സ്വഹാബത്ത് അങ്ങനെയാണോ മനസ്സിലാക്കിയത്? താബിഈകൾ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? അല്ലല്ലോ. പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ സ്വലാത്തുകളെ സംബന്ധിച്ച് കളിയാക്കുന്നത്? അപ്പൊ പിന്നെ നാരിയ സ്വലാത്തിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ഇത് നാരിയ എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് ലിബിയയിലും അങ്ങ് ജോർദാനിലും ഫലസ്തീനിലും ഹിജാസിലും അൾജീരിയയിലും അറിയപ്പെടുന്നത് സ്വലാത്തു താസിയ എന്നാണ്. നമ്മുടെ നാട്ടിൽ നാരിയ എന്ന് പറയുന്ന സ്വലാത്ത് മഹാനായ ഇബ്രാഹിം മുത്താജ് റഹ്മത്തുള്ളാഹി ഷാദുലി ത്വരീഖത്തിന്റെ മശായിഖന്മാരിൽപ്പെട്ട ഒരു മഹാനുഭാവൻ രേഖപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ വലിയായിരുന്ന ഒരു മഹാനുഭാവൻ, ഇൽഹാം ഉണ്ടായിരുന്ന മഹാനുഭാവൻ, കറാമത്തുകൾ കാണിച്ച മഹാനുഭാവൻ അവരുടെ മുരീദന്മാർക്ക് ശിഷ്യന്മാരോട് അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫർജു ബിഹിൽ ഖുറബു വതുഖ്ളാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ശിർക്കല്ലാത്തതിനെ ശിർക്ക് എന്ന് പറയരുത്, കുഫറല്ലാത്തതിനെ കുഫർ എന്ന് പറയരുത്. ശിർക്കും കുഫറും തൗഹീദും ഹഖീഖത്തും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കണം. മഹാനവറുകൾ അവരുടെ അനുയായികളോട് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളൂ. 4444 തവണ നിങ്ങളത് ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ മുറാദുകൾ അള്ളാഹു സാധിപ്പിച്ചു തരുമെന്ന് അവിടുത്തെ അനുയായികളോട് പറയുകയും ലോക മുസ്ലിമീങ്ങൾ അവരുടെ കാലശേഷം അത് ഏറ്റെടുക്കുകയും ചെയ്തപ്പോ, സഹോദര നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ചെയ്യുന്നവർ ചെയ്യുന്നത് ശിർക്കാണെന്ന് പറയല്ലേ, ഇത് നാറിയതാണ് എന്ന് പറയല്ലേ. സ്വലാത്തുൻ നാരിയ എന്താണ് അവിടെ നഷ്ടമെന്ന് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ മുമ്പ് വാക്കുകളെ കൊണ്ട് കളിക്കരുത്. സ്വലാത്തുൻ നാരിയ തീയാണ് ഈ സ്വലാത്ത്. നിങ്ങൾക്ക് വന്ന അങ്ങനെ വാട്സാപ്പിന്റെ മെസ്സേജ് ഒന്നൊരു കൈപൊക്കിയാട്ടെ. സ്വലാത്തുൻ നാരിയ ശിർക്കാണ്, കുഫറാണ് കൂട്ടരേന്ന് വന്നവര് നിങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല? ഇവിടെ ഒന്നും എത്തിയിട്ടില്ല സംഭവം. അത് കൈപൊക്കിയാട്ടെ, അത് കിട്ടിയവരെ ഉണ്ടോ? കുറെ ആൾക്കാർക്ക് വന്നിട്ടുണ്ടതേ. ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ലാണ്ട് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ വന്ന ഒരാളെ കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു യാ അല്ലാഹ്, ഈ മണ്ടത്തര ഇങ്ങനെയും പറയാൻ തുടങ്ങിയോ? എത്രയോ ആളുകളുടെ ആയിരക്കണക്കിന് സ്വലാത്തുകൾ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചവരെ, എത്രയോ ആളുകളുടെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ ഉമ്മമാരുടെ ഉപ്പമാരുടെ മുഅ്മിനീങ്ങളുടെ സ്വലാത്തുകളെല്ലാം ശിർക്കും കുഫ്റുമാണെന്ന് സ്റ്റോപ്പ് ചെയ്തു വെച്ചവരെ, അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു കബൂലാക്കിയാൽ അതൊക്കെ ഇവരുടെ അക്കൗണ്ടിലേക്ക് നീങ്ങിപ്പോകാനുള്ളതാണ്. ഖാലിയായിരിക്കും റസീറ്റ് ചെല്ലുമ്പോ. നിങ്ങളാണല്ലോ ഇത് തടഞ്ഞു വെച്ചത്. എന്താ ഇതിന് കാരണം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. അല്ലാഹുവേ, ഈ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലല്ലാഹ്. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, ആ നബി കാരണം കെട്ടുകൾ അഴിക്കപ്പെടും. വതൻഫരിജു ബിഹിൽ ഖുറബു, ആ നബി കാരണം പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. വതുനാലു ബിഹിർ റഗായിബു, ആ നബി കാരണം ആഗ്രഹങ്ങൾ സാധിക്കുമല്ലോ. വതുനാലു ബിഹി വഹുസ്നുൽ ഖവാതിമി, മരിക്കുമ്പോൾ ഈമാൻ ലഭിക്കാൻ ആ നബിയോടുള്ള ഹുബ്ബ് കാരണമാണല്ലോ. ويستسقى الغمام بوجهه الكريم, ആ ഹബീബിനെ മുൻനിർത്തി ചോദിച്ചാൽ അല്ലാഹു മഴ തരുമല്ലോ. അങ്ങനത്തെ നബിക്ക് നീ സ്വലാത്ത് ചൊല്ല്. 100 കണക്കിന് ഹദീസുകളുടെ ആശയമാണ് ഈ 4 വാക്കുകളിൽ മഹാനായ ഇബ്രാഹിം മുത്താജി തങ്ങൾ രേഖപ്പെടുത്തിയത്. 100 കണക്കിന് മുഅ്ജിസത്തുകൾ, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ പറയുന്നതിന് മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലൂ. സ്വല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونقول وركة اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യും കാലൊക്കെ ഒന്ന് കുറെ ഉടനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, കാലൊക്കെ ധരിച്ചു വെച്ചു എന്ത് ചെയ്യുന്നു, കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞു ഉഷാറാക്കി വന്നോളൂ. സ്റ്റേജ് മാറിയിരിക്കുന്നത് സദസ്സിൽ എഴുന്നേറ്റ് കയ്യും കാലം വേദന വരുന്നവരും എഴുന്നേൽക്കരുത് കേട്ടോ. ഇത് അല്ലാത്ത ഒരു ഉന്മേഷം കിട്ടാൻ പഠിക്കാനുണ്ട്, നമ്മൾ കുറച്ച് പഠിക്കുക. ഞാനീ പറഞ്ഞ തെറ്റാണെങ്കിൽ ആരെങ്കിലും തിരിച്ചു തന്നോട്ടെ, വെല്ലുവിളിയൊന്നുമില്ല. തിരിച്ച് നമുക്ക് എൽമ പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ പഠിപ്പിച്ചു തരാൻ നിങ്ങളൊന്നും പഠിക്കാൻ അത്രേ ഉള്ളൂ. പക്ഷേ ഈ സമൂഹത്തെ വെറുതെ പറഞ്ഞിടങ്ങാറാക്കാൻ കുറെ കാലമായി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു ബ്രിട്ടീഷുകാരനായ സുഹൃത്തുണ്ട്, അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹം ലണ്ടനിൽ താമസിക്കുന്ന ആളാണ്. എന്റെ കൂടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എന്റെ കൊളീഗ് അദ്ദേഹം പറഞ്ഞു, എന്റെ നാട്ടിലുള്ള കുറച്ച് ആളുകളെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ പ്രയർ റൂമിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ നാട്ടിൽ കുറച്ച് ആൾ എന്ത് തൊട്ടാലും എനിക്ക് ആദ്യം മനസ്സിലായാലും എന്തായാലും ഇപ്പൊ പറയുന്നത് അപ്പൊ എന്ത് തൊട്ടാലും ഇത് പറയുന്ന കൂട്ടർ ഞങ്ങളുടെ നാട്ടിൽ ലണ്ടനിലുണ്ട്. അവിടെ ഉണ്ടോ ഈ കൂട്ടര്? എന്റെ നാട്ടിലുണ്ട്. ഞാൻ അപ്പൊ നോക്കുമ്പോൾ എല്ലായിടത്തും ഉണ്ട്, ലോകത്ത് എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട് ഈ ഫിത്ന. ഉമ്മത്തിന്റെ അമല് സ്റ്റോപ്പ് ചെയ്യാൻ, സ്വന്തം നേതാക്കന്മാരെ പറ്റി എന്ത് വിളിച്ചു പറഞ്ഞാലും ശിർക്കാവൂല. നബിയെ പറ്റി പറഞ്ഞാൽ അതൊന്ന് ശിർക്ക. റസൂലുള്ളാഹിനെ പറ്റി പുകഴ്ത്തിയ പ്രശ്നം, അതിന് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം. സമ്മേളനം നടത്തുന്നവർക്ക് തെളിവ് വേണ്ട, 100ാം വാർഷികത്തിന് തെളിവ് വേണ്ട, 25ാം വാർഷികത്തിന് തെളിവ് വേണ്ട. നബിന്റെ വാർഷികങ്ങൾ എങ്ങനെയാ കൂടാ? പൊന്നു സഹോദരന്മാർ, ഇങ്ങനെ മനുഷ്യന്മാരെ പേടിപ്പിക്കല്ലേ. നിങ്ങൾ എന്ത് പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിയതാ? ആളുകളെ വസ്വാസം ഉണ്ടാക്കല്ലേ. ഇവരുടെ ശർറിനെ കാക്കാനാ സൂറത്തുൻ നാസിൽ അല്ലാഹു പറഞ്ഞു, വമിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. മനുഷ്യരുടെ മനസ്സിൽ വസ്വാസ് വരും, ചൊല്ലുന്നു പേടിച്ച് പടച്ചോനെ ശിർക്കറ്റാണപ്പോ ഞാൻ ഈ ചെന്ന നരസൂലത്ത് യാ അല്ലാഹ് പേടിച്ചു പോയോ? ശിർക്ക് വന്നോ? വസ്വാസ് വന്നോ? വസ്വാസ് ഉണ്ടാക്കുന്ന മനുഷ്യന്മാർ മിനൽ ജിന്നത്തി വന്നാസ്. അത് ജിന്നുകളിലുണ്ട്, ശൈത്താന്മാര് മനുഷ്യരിലുമുണ്ട്. പേടിച്ചോടി. ചെറുപ്പക്കാരെ ദയവ് ചെയ്തിട്ട് എന്തെങ്കിലും കാണുമ്പോഴേക്കൊന്ന് ഓടിപ്പോണ്ട. പുതിയത് കേൾക്കാൻ ഭയങ്കര രസമാണ്. നല്ല ഭാഷയില് നല്ല ചുരുക്കിൽ പറഞ്ഞിരുമ്പോ എന്തോ രസം തോന്നുന്ന, ഇത് ഹക്കാണോ, ഇത് ആലിമീങ്ങൾ പറഞ്ഞതാണോ എന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ദീനിന്റെ ഒരു പാരമ്പര്യമുണ്ട്, ഉലമാഇന്റെ ഒരു പാരമ്പര്യമുണ്ട്. അഷ്റഫുൽ ഖൽഖിനെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇവിടുത്തെ ആലിമീങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഉലമാ പറയുന്നില്ലേ വിവിധങ്ങളായ ത്വരീഖത്തുകളെ സംബന്ധിച്ച് ഇന്നതൊക്കെ ശരിയാണ്, ഇന്നതൊക്കെ തെറ്റാണ്, ഇത് പരസ്യമായി പറയുന്നില്ലേ ആലിമീങ്ങൾ? സമസ്തയുടെ ആലിമീങ്ങളുടെയായി എത്ര ഫത്വ കൊടുത്തു? തെറ്റ് തെറ്റാണെന്നും നന്മ നന്മയാണെന്നും തിരുത്തി തരാൻ ആലിമീങ്ങൾ ഉണ്ടായിരിക്കെ പഠിക്കാത്ത ആളുകൾ ഈ വിവരത്തിൽ ഇടപെടരുത്. ദയവ് ചെയ്ത് ഈമാനിന്റെ വിഷയമാണ്. ഓപ്പറേഷൻ ചെയ്യാൻ നിങ്ങൾ സ്പെഷ്യലിസ്റ്റുകളെ സമീപിക്കുക. കണ്ണ് നോക്കണമെങ്കിൽ ഒഫ്തൽമോളജിസ്റ്റ് വേണം, അല്ലേ? തൊണ്ടക്ക് കുഴപ്പമാണെങ്കിൽ നിങ്ങൾ ENT തന്നെ കാണിക്കും. എന്താ ഇസ്ലാമിന്റെ വിഷയത്തിൽ മുറിയന്മാരെ പോയി കാണുന്നത്? എന്താ നിങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കാത്തത്? ഇസ്ലാം നിങ്ങളുടെ ശരീരത്തെക്കാളും വലുതല്ലേ? നിങ്ങളുടെ റൂഹല്ലേ വലുത്? മരിച്ചുപോയാൽ തീരുന്ന ഈ തടി കാണാൻ കാക്കാൻ നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് വേണമല്ലേ? ജീവിതകാലം മുഴുവനും ഒരു കോളേജിൽ പോയി പ്രൊഫസറുടെ കീഴെ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത ആളെ നിങ്ങൾ സമീപിക്കൂ. ഈ നശിച്ചു പോകുന്ന ശരീരം കാക്കാൻ, നിങ്ങളുടെ ഈമാൻ കാക്കാൻ അത് പോരെ? അത് മതിയോ? ഈമാൻ കാക്കണമെങ്കിൽ ഈമാനിന്റെ വിഷയത്തിലെ സ്പെഷ്യലിസ്റ്റുകളെ കാണണ്ടേ? അതുകൊണ്ട് സംശയം ഉണ്ടാക്കരുത്. നമുക്കതിൽ വേദനയുണ്ട്, വളരെ സങ്കടമുണ്ട്, വേദനയുണ്ട്. ഇതൊക്കെ വിളിച്ചു പറയുന്ന പ്രാസംഗികന്മാരുണ്ട്. മരിച്ചു കിടക്കുന്ന ഒരു വീട്ടിൽ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് ഇത് ശിർക്കാണ്, പാടില്ല എന്ന് പറയുന്ന ആളുകൾ അവിടെ പത്രം വായിച്ചാലും കുഴപ്പമില്ല, അവിടെ സ്വറ പറഞ്ഞാലും കുഴപ്പമില്ല, ശവമെടുക്കുന്ന പോലെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ കൊണ്ടുപോകുന്ന പോലെ ഒരു വർത്തമാനം മൂളിപ്പാട്ടും പറഞ്ഞ് പോവാ, മറവ് ചെയ്ത് തിരിച്ചു പോലെ കഴിഞ്ഞു, അവിടെ നിൽക്കുന്ന വേണ്ട. എന്റെ സഹോദര, മറവ് ചെയ്യുന്ന മനുഷ്യന്റെ ഖബറിന്റെ അരികത്ത് നിന്ന് തൽഖീൻ ചൊല്ലിക്കൊടുക്കണം, അല്ലേ? ഇദാ ജാഅൽ മലകാനിൽ മുവക്കലാനിൽ അദീമാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീർ എന്ന പേരുള്ള മലക്ക് വന്ന് ചോദിച്ചാൽ നിന്നോട് മൻ റബ്ബുക വമൻ നബിയുക ഇത് പറയൂ എന്ന തൽഖീൻ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചതും ലോകാലോകങ്ങളിൽ
യാതൊരു എതിർപ്പുമില്ലാതെ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ അരുമ ശിഷ്യൻ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ കിതാബ് റൂഹ് എടുത്തു നോക്കി. എന്നിട്ട് പറയുന്നതൊക്കെ പുതിയതുണ്ടായതാണ്. ഇപ്പോഴാണോ ഇസ്ലാം ഉണ്ടായത്? സമൂഹത്തിലെ നന്മകൾ ഇല്ലാതാക്കിയില്ലേ? എന്റെ ഒരു അകന്ന ബന്ധു, എന്റെ സിസ്റ്ററുടെ വിവാഹം ചെയ്തയച്ചപ്പെട്ടൊരു അകന്ന ബന്ധു, അദ്ദേഹം ഇത്തരം സാധുക്കളുടെ വർത്തമാനം കേട്ട് പോയ ആളാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം സൗദിയിൽ അറ്റാക്കായി മരിച്ചു. അവരാണെങ്കിലോ പറയുന്നത് ആയിരുന്ന ശിർക്ക്, നിക്കാഹിന്റെ സദസ്സിൽ ആമീൻ പറഞ്ഞ ശിർക്ക്. എന്താ കൂട്ടരങ്ങൾക്ക് എന്താ പറ്റിയത്? ഞാൻ മിനിഞ്ഞാന്ന് കോഴിക്കോട് ഒരു വലിയ ഒരു നിക്കാഹിൽ സംബന്ധിച്ചു. കോഴിക്കോട് ഹജ്ജ് ഹൗസിൽ പ്രമാണിമകാരായ വലിയ വിഐപികളുള്ള ഒരു സദസ്സ്. അവിടെ ഇപ്പറഞ്ഞ ശിർക്ക് എന്ന് പറയുന്ന കൂട്ടരുടെ സഹോദരൻ പ്രസംഗിച്ചു. മഹാനായ പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ആ സദസ്സിൽ ഇരിക്കുകയാണ്. അയാൾ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ ഈ സദസ്സിന് നേതൃത്വം കൊടുക്കാൻ ഒരു നേതാവിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഒരു അമ്മോഷൻ തന്റെ മോനോട് പറഞ്ഞു കൊടുത്ത നിക്കാഹായി. അത് പറഞ്ഞു നിർത്തിയിട്ട് ഫോണും പിടിച്ചിട്ടൊരു പോക്ക്. ഇവിടെ 2 മിനിറ്റ് നിന്നാൽ ഇവിടെ നിക്കാഹ് നടന്നു. 2 മിനിറ്റ് നിന്നാൽ തങ്ങൾ ദുആ ചെയ്യും. ഒന്ന് ആമീൻ പറഞ്ഞവൻ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പേടിച്ചിട്ട് ഫോണും പിടിച്ച് ഇറങ്ങിപ്പോയി. ഒരു വലിയ സദസ്സിൽ നിന്ന്. ആരാ കൂട്ടരെ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ? ആരാ നിങ്ങൾക്ക് ശിർക്കും കുഫറും പഠിപ്പിച്ചത്? മുസ്ലിമീങ്ങളായ ആളുകൾ നിസ്കാരത്തിന്റെ പിറകിൽ ഇമാമുമാർ ദുആ ചെയ്താൽ ഇസ്ലാമിന് പുറത്ത് അത് കുഫർ. അള്ളാഹും റസൂലും സഹാബത്തും ചെയ്തിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയണപ്പോ. നബിയും സഹാബത്തും മലയാളത്തിൽ ഓതിയിട്ടുണ്ടോ ഖുതുബ? നിങ്ങൾ മറുപടി പറഞ്ഞു തരണം. നബിയും സഹാബത്തും പാന്റും ഷർട്ടും ഇൻ ചെയ്തിട്ടാണോ മിമ്പറിൽ കയറിയത്? പറഞ്ഞു തരണം. തലമറക്കാതെ എപ്പോഴെങ്കിലും ഹബീബ് നിസ്കരിച്ചിട്ടുണ്ടോ? പറഞ്ഞു തരണം. ഇതൊന്നും ചെയ്യാത്ത നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വതുബറ കുല്ലി സ്വലാത്ത്, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുആക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിച്ചപ്പോ ആലിമീങ്ങൾ, ലോക മുസ്ലിമീങ്ങൾ നിസ്കാരത്തിന്റെ പിറകെ ദുആ ചെയ്യുമ്പോൾ അത് ബിദ്അത്താണെന്ന് തന്നെ നീ പറഞ്ഞു. പക്ഷെ ഞാൻ പറയും അത് ബിദ്അത്തുൻ ഹസന, അതൊരു നല്ല ബിദ്അത്താണ്. ലോകത്ത് നല്ല ബിദ്അത്തുണ്ട്, മോശപ്പെട്ട ബിദ്അത്തുമുണ്ട്. ഈ നല്ല ബിദ്അത്തുകൾ എമ്പാടുമില്ലേ? ഇഷ്ടം പോലെ ഇല്ലേ? എന്റെ ആ ബന്ധു മരിച്ച ഞാൻ സങ്കടം പറയട്ടെ. ആ മനുഷ്യൻ ഇത്തരക്കാരിൽപ്പെട്ട ഒരു സാധുവാണ്. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആള് മരിച്ചു. ഞാനിപ്പോ അബുദാബിയില വരാൻ പറ്റിയില്ല. ആ സഹോദരൻ മരിച്ചു. ആ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു, എങ്ങനെ മരണകർമ്മങ്ങളൊക്കെ ചെയ്തത്? ഒന്നും ഉണ്ടായിട്ടില്ല. പെണ്ണുങ്ങളുടെ ഉമ്മ പോയിരുന്നു. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ സങ്കടം തോന്നിപ്പോയി, മരിച്ച വീടാണെന്ന് തോന്നണില്ല. വർത്തമാന പെണ്ണുങ്ങൾ മുഴുവൻ വർത്താനം. അവിടെ ആരും ഖുർആൻ എടുത്തതേ ഇല്ല. എന്തെന്നറിയോ? ഈ പരക്കാരന് ഇഷ്ടമല്ലായിരുന്നു. മരിച്ചുപോയി മറവ് ചെയ്ത് പോന്നു, കുഴിച്ചിട്ട് പോന്നു പറഞ്ഞ പോലെ പൊടിയട്ടി പോരി. അത് നിർത്താൻ ഞാൻ മതി, അതാ പടി. അത് ജയിലുണ്ട് അൽഹംദുലില്ലാഹ്. മറ്റതൊക്കെ നിർത്തി ഇല്ല എന്ന് പറയുന്ന ഈ സംവിധാനം ഒന്ന് തിരുത്തണം. ഇതിനൊരു പക്ഷേ നിങ്ങൾ ഗംഭീരമായ മറുപടി വെച്ചിട്ട് വരും. നിങ്ങൾ വെച്ചോളി. സത്യം നമ്മൾ മനസ്സിലാക്കണം. ആരോടും വെല്ലുവിളിയില്ല. ആരോട് ഇതിന് വെല്ലുവിളിക്കാനോ മറുപടി പറയാനോ ഞാനില്ല. പക്ഷേ എന്റെ സഹോദരങ്ങൾക്ക്, അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാണ്, ഹക്ക് ഹക്കായും ബാത്തിൽ ബാത്തിലായും മനസ്സിലാക്കണം. നമ്മൾ അന്തം വിട്ടു പോകരുത്. ഞാൻ ആ സഹോദരന്റെ വീട്ടിലേക്ക് പോയി. അബുദാബിയിൽ വന്ന ഉടനെ മരിച്ച വീടല്ലേ ചെന്ന് കാണുന്നല്ലോ. അവിടെ ഇരുന്നു. വെള്ളം വേണോ ചായ വേണോ ചോദിച്ചു. കുടിച്ചില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. ഒന്ന് ദുആ ഇറക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. എന്തിനത് വേണ്ടെന്ന് പറഞ്ഞ മനുഷ്യൻ എന്തിനു ദുആ കൊടുക്കണം? എന്തിനു ദുആ കൊടുക്കണം? ഇത് വേണ്ട എന്ന് പറഞ്ഞവൻ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ദുആ ഇറക്കും വേണ്ട, ഖുർആനും ഓതണ്ട, യാസീനും ഓതണ്ട. ഒക്കെ ഇസ്ലാമിന് പുറത്ത്. പത്രം വായിച്ച ഇസ്ലാമിനകത്തും. അവിടെ ചെന്ന് പത്രം വായിച്ച ഇസ്ലാമിനകത്താണ്, പുറത്തു പോണില്ല. ഖുർആൻ ഓതിയാൽ ഇസ്ലാമിന് പുറത്ത്. എവിടുന്നാ നിങ്ങൾ ദീനിന്റെ മസല മനസ്സിലാക്കിയത്? ഇത്തരക്കാർക്ക് ഒന്നും കിട്ടൂല. ആലിമീങ്ങളുടെ ദുആ കിട്ടുന്നില്ല, സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥന ലഭിക്കുന്നില്ല. സ്വന്തം മക്കൾ പോലും വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യൂല. എന്തെന്നറിയോ? വാപ്പ പറഞ്ഞതേ മരിച്ച കഴിഞ്ഞു, മരിച്ചാൽ തീർന്നിട്ടില്ല, തുടങ്ങുകയാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയുള്ള മുസ്ലിമീങ്ങളെ സംശയത്തിന്റെ അസുഖത്തിലാക്കരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകാം. അഹ്ലുസുന്ന വൽ ജമാഅ അവരുടെ വഴിക്ക് പോവുകയാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ. ഇവിടെ ഇസ്ലാമിനെ കൂട്ടിക്കലർത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മഹാനല്ലേ.
തൻഹല്ലു ബിഹിൽ ഉഖദു, ആ നബി കാരണം കെട്ടുകൾ അഴിയും. ഞാൻ പറയട്ടെ, മഹാനായ സയ്യിദ് അലി തങ്ങൾ ഇരിക്കുന്ന സദസ്സാണിത്. കുമ്പോൽ കുടുംബത്തിലെ മഹാനായ ഒരു പിതാവിന്റെ മഹാനായ പുത്രൻ, അവരുടെ ജ്യേഷ്ഠനീയന്മാർ, മഹാന്മാരായ സയ്യിദുമാർ. മഹാനായ സയ്യിദിന്റെ അരികത്തേക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങൾ ഇന്ന് ഞാൻ അവിടെ പോയി കണ്ടു. എത്ര അനുഭവങ്ങളാണ് നിങ്ങൾക്കുള്ളത് ഈ നാട്ടിലുള്ളത്, എത്ര അനുഭവങ്ങൾ. എന്റെ സുഹൃത്തോടെ പറഞ്ഞു, ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ 6 വയസ്സായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ കൊണ്ടുവന്നു. ഡോക്ടറെ മംഗലാപുരത്ത് നമ്മുടെ ഇന്ത്യാന ഹോസ്പിറ്റലിൽ പറഞ്ഞു ബ്ലഡ് ക്യാൻസർ ആണ്, തങ്ങൾ എന്ത് ചെയ്യണം? അവര് കൊച്ചി കൊണ്ടുപോകാൻ പറഞ്ഞു. കൊച്ചി കൊണ്ടുപോയിക്കോ, വാപ്പാനൊന്ന് സിയാറത്തും ചെയ്തേക്കെന്ന് പറഞ്ഞു. തങ്ങളുടെ അസിസ്റ്റന്റിനെ വിട്ടിട്ട് തിരിച്ചു വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അവരെ തിരിച്ചു വിളിച്ചു. പിന്നെ അത് പോയി ഇല്ല, കൊച്ചിക്ക് പോയിക്കോ. കൊച്ചിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോ ബ്ലഡ് ക്യാൻസർ ഇല്ല. ഇത് നബി തങ്ങളുടെ ചോരയിൽ, അഷ്റഫുൽ ഖൽഖിന്റെ ചോരയാണ്, ഹബീബിന്റെ ചോരയിൽ പിറന്ന സയ്യിദന്മാരുടെ നാവിലൂടെ അല്ലാഹു തആല ഇത്രയും വലിയ അത്ഭുതങ്ങൾ അല്ലാഹു കാണിക്കുമെങ്കിൽ ഇവരുടെ ചോരയുടെ അടിസ്ഥാനമായ അഷ്റഫുൽ ഖൽഖിന്റെ മഹത്വം എത്രയാണ്? ഇതാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാന്റെ സയ്യിദന്മാരിൽ മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാർ, കുമ്പോൾ സയ്യിദന്മാർ, ഒരുപാട് സയ്യിദന്മാർ, നമ്മുടെ പരിസര ഭാഗത്തുള്ള ഒരുപാട് സയ്യിദന്മാർ, ഇവരുടെ ചോരകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചോരയിൽ ഒരംശമുള്ളത് കൊണ്ട് അവരുടെ വാക്കുകൾക്ക് അള്ളാഹു ഫലം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അടിസ്ഥാനമായ മുരടായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്, ആ ഹബീബിന് അള്ളാഹു കൊടുത്ത മഹത്വം എത്രയായിരിക്കും? തൻഹല്ലു ബിഹിൽ ഉഖദു, ആ നബി കാരണം പ്രയാസങ്ങൾ നീങ്ങി പോകുമല്ലോ. ഹബീബിന്റെ മുമ്പിലേക്ക് വന്നില്ലേ ഒരു ഉമ്മ, സംസാരിക്കാത്ത മൂകയായ ഒരു കുട്ടിയെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക്. യാ റസൂലല്ലാഹ്, നബിയേ എന്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ല നബിയേ. ആധുനികനായ ആലിമ അബൂബക്കർ ജസാഇരി അദ്ദേഹം തന്റെ കിതാബിൽ യാ അയ്യുഹൽ മുഹിബ്ബു ഹാദൽ ഹബീബ്, അദ്ദേഹത്തിന്റെ കിതാബുണ്ട്, രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അവരൊങ്ങിയേക്കാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. വേറെ ഒരുപാട് കിതാബുകളുണ്ട്. എന്താ ഹദീസ്? നബിയേ, ഹബീബായ നബിയേ, സംസാരിക്കാതെ എന്റെ കുഞ്ഞിനെ ഒന്ന് ദുആ ചെയ്യണം നബിയേ. ഹബീബായ തങ്ങൾ വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നു. വായ കൊപ്പിളിച്ചു. നബി തങ്ങൾ ആ വെള്ളം എടുത്തു വെച്ചു. വുളൂ ചെയ്ത വെള്ളം ശേഖരിച്ചു വെച്ചു. എന്നിട്ട് ആ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. കുട്ടിയെ തടവാനും പറഞ്ഞു. ഹബീബ് അങ്ങ് ദുആ ചെയ്തു കൊടുത്തു. ഫതകല്ലമ, ജീവിതത്തിൽ സംസാരിക്കാത്ത ആ കുട്ടി സംസാരിച്ചില്ലയോ? ഫകാന അഖല അബ്നാഇഹാ, ആ ഉമ്മയുടെ മക്കളിൽ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി ആ കുഞ്ഞായിരുന്നു എന്ന് പരിശുദ്ധ ഹദീസിലില്ലേ? ഇതിന്റെ അർത്ഥം എന്താണ്? നബി കാരണം. നബിന്റെ അടുത്ത് വന്നപ്പോഴല്ലേ ആ പ്രയാസം നീങ്ങിയത്? ആ നീക്കിയത് നബിയാണോ? അല്ല, അല്ലാഹുവാണ്. ഇത് മുസ്ലിമിന് സംശയമില്ലല്ലോ. തൻഹല്ലു ബിഹി അൽ ഉഖദു, ആ നബി കാരണം പ്രയാസങ്ങൾ നീങ്ങി പോകുമല്ലോ. ഇത് പറഞ്ഞപ്പോഴാ ശിർക്കായത്. ഇത് പറഞ്ഞ ശിർക്കാണ്. ഹബീബിന്റെ മുമ്പിലേക്ക് ജിന്ന് കയറിയ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാമ അബൂബക്കർ ജസാഇരി തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ച് ദുആ ചെയ്തപ്പോൾ ഫഖറജ മിൻഹു ജർവൻ അസ്വദു, വായിൽ നിന്നൊരു സാധനം പുറത്തുപോയി. നോക്കുമ്പോൾ കറുത്ത ഒരു കൊച്ചു ഒരു നായക്കുട്ടിയെ പോലെ പുറത്തുപോയി. നിങ്ങളുടെ കുഞ്ഞിന് സുഖമായിട്ടുണ്ടല്ലോ, പൊയ്ക്കോളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത മുഅ്ജിസത്ത് സ്വഹീഹായ ഹദീസല്ലേ? ദഈഫ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, സ്വഹീഹായ ഹദീസുകളാണ്. തൻഹല്ലു ബിഹി അൽ ഉഖദു, ആ നബി കാരണം കെട്ടുകൾ അടിയപ്പെടുന്നുണ്ടല്ലോ, പ്രയാസങ്ങൾ നീങ്ങി പോകുന്നുണ്ടല്ലോ. വതുനാലു ബിഹി റഗായിബു, ആഗ്രഹങ്ങൾ നേടാൻ ഹബീബേ അങ്ങയുടെ മുമ്പിലേക്ക് സ്വഹാബികൾ വരാറുണ്ടായിരുന്നല്ലോ. ഒരു പെണ്ണ് വന്നില്ല നബിയുടെ മുമ്പിലേക്ക്, യാ റസൂലല്ലാഹ്, നബിയേ. സ്വഹീഹായ ഹദീസുകളാണ് ഇതൊക്കെ. ഇത് ദഈഫാ നൽകാൻ പറ്റില്ല, അത് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാൻ. ഇത് സ്വഹീഹായ ഹദീസാ. ഇന്നി ഉസ്റഉ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട് നബിയേ.
വഅതകശഫു എന്റെ ഔറത്ത് വെളിവാകാറുണ്ട് നബിയെ. മനുഷ്യരുടെ ഇടയിലോ അങ്ങാടിയിലോ പോയി എനിക്ക് അപസ്മാരം സംഭവിച്ചാൽ എന്റെ ഔറത്ത് വെളിവായി പോകും. ഫദ്ഉല്ലാഹ ലീ എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുമോ നബിയെ? ബീവിന്റെ മറുപടി എന്താണ്? അല്ലയോ സഹോദരി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ക്ഷമിക്കുകയും പകരം സ്വർഗം കൊണ്ടുപോവുകയും ചെയ്യാം. ഇല്ല, അത് വേണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യാം, അല്ലാഹു നിങ്ങൾക്ക്